നമുക്ക് സ്ഥാനാർത്ഥികളില്ലേ എന്നാണ് ഒരു അഭിപ്രായം. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടാണോ ഇടതുപക്ഷം ഒരു പൊതു സ്വതന്ത്രനെ തേടി പോകുന്നത്? കേരളത്തിൽ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസൃതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിവിധ ചിഹ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല. പലയിടങ്ങളിലും അപ്രതീക്ഷിത വിധം എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് അത്തരം ഇടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞതിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നാടിന് ഏറ്റവും സുപരിചിതനായിട്ടുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് പൊതു സ്വതന്ത്രനായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കും എന്ന ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ ആ മുന്നേറ്റത്തിൽ പാലക്കാടും കണ്ണിചേരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വായും പൊളിച്ചിരുന്നാ മതി, വിതക്കില്ല കൊയ്യാൻ നടക്ക. സംശയം ചോദിച്ചോട്ടെ, ചോദിച്ചോളൂ. ഇവിടെ ഈ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ വരുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ സ്വതന്ത്രന് കിട്ടുന്ന ഏതെങ്കിലും ചിഹ്നമാണ് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ആശ്രം? ഞങ്ങളും ചോദിച്ചു. ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനാണ്. ചിഹ്നം എന്നുള്ളതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങളോട് എന്ത് സംവദിക്കുന്നു എന്നുള്ളതിനെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പ്രാധാന്യത്തോടു കൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആളൊരു തമാശക്കാരനാണ്. അതെ, ഇവനൊരു ബഫൂൺ കുടുംബത്തിലാണ് ജനിച്ചത് തന്നെ. അത് മുഖച്ഛായ കണ്ടാലറിയാം. കേരളത്തെ കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിൽ എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് നയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആര് പറഞ്ഞു? എങ്കിലല്ല. കേരളത്തിൽ എവിടെയും പരിശോധിക്കുന്ന ജനങ്ങൾക്കാകെ ബോധ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ 10 വർഷം നടന്നത്. ഈ നാടിനകത്തെ ജനങ്ങളെ സ്പർശിച്ചു കടന്നുപോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്, ക്ഷേമ പദ്ധതികളാണ്. സ്വാഭാവികമായും അത് ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചിഹ്നമെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമുക്കറിയാം, പതിവില്ലാത്ത നിലയിൽ പ്രചരണത്തിനുൾപ്പെടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നമ്മൾ ഇന്ന് 75 മണിക്കൂറും 35 മിനിറ്റും പിന്നിട്ട് കഴിയുമ്പോഴും 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയാത്തത്ര നിലയിലേക്കുള്ള പ്രതിസന്ധി ഉടലുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. എനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. സ്വാഭാവികമായി വലിയ പ്രശ്നമാണോ? ചെറിയ പ്രശ്നമല്ലല്ലോ. സംസാരിക്കുന്ന ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇന്നല്ലേ വന്നേ? അപ്പൊ കോൺഗ്രസ് ഇന്ന് രാത്രി വന്നില്ലേ? കോൺഫിഡൻസ് പറയാൻ വേണ്ടി കഴിയാത്ത ചോദ്യം സതീശോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഇവര് വെയിറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി. തളിപ്പറമ്പിൽ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ കിട്ടി, വെയിറ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി? പയ്യന്നൂർ നിങ്ങളുടെ കൂട്ടുന്ന ഒരാളെ കിട്ടി, ഇനിയും കിട്ടും വിചാരിച്ചിരിക്കുകയാണെന്ന്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾക്കേറെ സന്തോഷം പകരുന്നതും ഞങ്ങൾക്കേറെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കളകളെ ഓരോന്നിനെയും അവർ പറിച്ചെടുത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് ചെയ്യുന്നത്. പാലക്കാട് ജില്ലക്കകത്താണ് ഞാൻ ചിരിച്ചു പോയനെ. പാലക്കാട് ജില്ലക്കകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ കാലയളവിൽ ഇത്രമേൽ ആഹ്ലാദത്തോടെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തൊരു കാലം ഉണ്ടാവില്ല. മനുഷ്യനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? ഏറ്റവും വലിയ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കളയെ, ഏറ്റവും വലിയൊരു വേസ്റ്റിനെ അവർ കൊണ്ടുപോയി സ്വന്തം കൂടാരത്തി നിർണയിച്ചു. CPM പ്രതിനിധി പറഞ്ഞു അവർക്ക് കാരായ രാജനെ പോലെ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഇന്ന് വന്ന് നാളെ സ്ഥാനാർത്ഥിയാക്കണം സരിനെ. മനസ്സിലായില്ലേ? സെക്സ് ആക്സിഡന്റ് നേതാവ് തലവനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സരിന് ആ നാവ് വാക്കിനുള്ളിൽ പോകുമ്പോഴത്തേനും സ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യമാണ് CPM. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. മണിക്കൂറുകൾക്ക് മുൻപാണ് ബീഹാറിൽ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നിന്ന് നടന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി BJPയുടെ പ്രതിനിധി രാജ്യസഭയിലേക്ക് ജയിച്ചു പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലാണ് CJP എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്താ അത് ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നു.
കേരളത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് 4 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നത്. ആർ ശങ്കറിന്റെ മകൻ മുൻപേ BJP-യിൽ പോയി. കെ കരുണാകരന്റെ മകൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. ഒരു കാലത്തും കരുതിയിരുന്ന ഒന്നല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും കേരളത്തിലെ കോൺഗ്രസും BJPക്ക് ആവശ്യമായ മുട്ട പിരിക്കുന്ന ഫാക്ടറിയായി മാറും. നിലയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെയും മുഖ്യമന്ത്രിമാരുടെ വീടുകളിൽ നിന്ന് BJPക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറി എന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിന്റെ 4 മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തിൽ നിന്നും BJPക്ക് നേതാക്കൾ ഉണ്ടായ അവസ്ഥയിലേക്ക് കേരളം മാറി. രണ്ട് പക്ഷെ അതിനേക്കാൾ അപകടമല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം ഉന്നയിച്ച് MLA ആളുകൾ തൊട്ടടുത്ത ഇലക്ഷനിൽ മറിചേരി പോകുന്നത്? അയ്യേ വൃത്തികെട്ട ഏർപ്പാട്. പാലക്കാടിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മണ്ഡലത്തിനകത്താണല്ലോ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ പാലക്കാട് MP-യുടെ ഭാര്യ നിയമസഭയ്ക്കകത്ത് സ്ഥാനാർത്ഥിയായി കോങ്ങാട് വരുന്നത്. കോങ്ങാട് കോൺഗ്രസിന്റെ പ്രവർത്തകരല്ലേ പോസ്റ്റർ ഒട്ടിച്ചത് ശ്രീകണ്ഠനെതിരായിട്ട്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. കോങ്ങാട് പ്രവർത്തകരില്ലേ എന്ന് ചോദിച്ചു. പാലക്കാട് എന്താ LDF പ്രവർത്തകരില്ലേ? എന്തേ ഇവിടെ നിങ്ങളുടെ ഫ്ലക്സുകൾ വരുന്നുണ്ട്. അത് പുറത്തേക്ക് വരാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങളുടെ ഫ്ലക്സുകൾ നിങ്ങളുടെ ആൾക്കാർക്കും ഇതുപോലെ പല പ്രശ്നങ്ങളുമുണ്ട്. എന്താ നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് സ്ഥാനാർത്ഥികളില്ലേ? പണിയെടുത്ത LDF-കാരില്ലേ? SFI-കാരില്ലേ? അമ്മായി ദയവ് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക് പറഞ്ഞു നാറ്റിക്കരുത്. അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കേ. ഇത് തന്നെ ഒറ്റപ്പാലത്ത് വെട്ടി ചുമന്ന കോൺഗ്രസ്സുകാരില്ലേ? ഞങ്ങളുടെ കോങ്ങാട്ടെ സ്ഥാനാർത്ഥി DCC കമ്മിറ്റിയിലുള്ള അംഗമാണ്. വെറും സ്ഥാനാർത്ഥിയല്ല, DCC-യിലുള്ള അംഗമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ്? പുതിയതായി വന്നതല്ലേ? APCC മെമ്പറാണ് ഞങ്ങളുടെ കോങ്ങാട്ടെ സ്ഥാനാർത്ഥി. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടോ ചോദിച്ചതേ ഉള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികൾക്കും കയ്യിലിരിപ്പുണ്ട്. ഇല്ലാന്നൊന്നും പറയാം. ഞങ്ങൾ ഇവിടെ ബിരിയാണി വിളമ്പിക്കൊടുത്ത് വോട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്?